വിഷുദിനത്തിലും വേറിട്ട പ്രതിഷേധവുമായി ആശമാർ. സമരപ്പന്തലിൽ കണിയൊരുക്കിയാണ് ആശമാരുടെ പ്രതിഷേധം. രാപ്പകൽ സമരം ഇന്ന് 64ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആശമാരുടെ സമരപ്പന്തലിന് മുൻവശത്ത് പ്രത്യേകമായി സജ്ജീകരിച്ചാണ് കണിയൊരുക്കിയത്. ഉണ്ണിക്കണ്ണനും കണിവെള്ളരിയും പട്ടുവസ്ത്രങ്ങളുമെല്ലാം കാഴ്ചവെച്ചാണ് കണിയൊരുക്കിയത്. ഓരോ മലയാളികളും സ്വന്തം വീടുകളിൽ വിഷു ആഘോഷിക്കുമ്പോൾ തങ്ങളെ സർക്കാർ തെരുവിൽ നിർത്തിയെന്ന് സമരക്കാർ പ്രതികരിച്ചു. വലിയ പ്രയാസമുണ്ട്. പിന്നെ ആശമാരുടെ ഒപ്പം ആയതുകൊണ്ടും നമ്മുടെ അവകാശം ആയതുകൊണ്ടും നമ്മളിവിടെ ആഘോഷിക്കുന്നു. ഇന്നലെ രാത്രി എൻ്റെ കൊച്ചുമക്കൾ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛമ്മ ഞങ്ങൾക്ക് കയ്യിൽ പൈസ തരാൻ എപ്പോൾ വരും, കൈനീട്ടം തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, ഇതൊന്ന് കഴിഞ്ഞിട്ട് മക്കളെ സമരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സലിവ് തോന്നി. ഞങ്ങൾ എത്രയും ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ കുടുംബത്ത് വീടുകളിലാണ് വിഷു ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ വിഷു ഞങ്ങളെ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഉള്ളൊരു വിധിയായിരിക്കും. എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷേ ഇപ്പം ഭയങ്കര സങ്കടമുണ്ട്. വീടുകളിൽ വിഷു ആഘോഷിച്ച് ഇരിക്കേണ്ട ഒരു ആളുകളാണ് നമ്മൾ. പക്ഷേ ഈ വർഷം ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് വിഷമോ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രി കണ്ണു തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ആഘോഷിക്കേണ്ടി വരും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെയാണ്. മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നാൽ മാത്രമേ അടുത്ത് വരുന്ന പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്ററൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എങ്കിലും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ സർക്കാർ കണ്ണ് തുറന്നേ മതിയാവൂ. രാപ്പകൽ സമരം ഇന്ന് 64ാം ദിവസമാണ്. സർക്കാർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിഷുദിനത്തിലെങ്കിലും സർക്കാർ കരുണ കാട്ടണമെന്നാണ് സമരക്കാർക്ക് പറയാനുള്ളത്. വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക, ഓണറേറിയം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10-ാം തീയതിയാണ് ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം.